ഇന്ന് നെല്ല് കുത്തിക്കാൻ കൊണ്ടുപോകണം. ഇവിടെ അടുത്ത് തന്നെ മില്ലുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട നെല്ല് എടുക്കുകയാണ് കേട്ടോ. പത്തായത്തു നിന്ന് എടുക്കണതാണ്. ഒരു പത്തായ, വടക്കേ പത്തായമുണ്ട്, തെക്കേ പത്തായമുണ്ട്. ഒന്നിൽ പുഴുങ്ങിയ നെല്ലും ഒന്നിൽ പച്ച നെല്ലുമാണ് ഇടുക. അപ്പോൾ നെല്ലിൻ്റെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. പത്തായം അടയ്ക്കണതാണ്. മരപ്പലകകളാണ്. അത് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ പലകകൾ ഇങ്ങനെ ഓരോന്നായിട്ട് അടയ്ക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഒരു പുതിയൊരു കാഴ്ചയാവും ഇത്. പണ്ടത്തെ കാലത്തെ പത്തായങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവൽ വളരെ കുറവാകും. അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയ പത്തായം, അതിന് ഒരൊറ്റ പലക അടപ്പായിട്ട്. ഇതങ്ങനെയല്ല, പല പലകകളുണ്ട്. 6-7 പലകകളാണ്. അത് നമ്പറിട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ആ വിടവിലൂടെ വേണം, ഒരേപോലെ വേണം നീക്കാൻ. എന്നാലാണത് നന്നായി അടഞ്ഞിരിക്കുള്ളൂ. നമ്മളിവിടെ അടുത്തുള്ളൊരു മില്ലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് നെല്ലും ചാക്കൊക്കെ ഇറക്കി നെല്ല് ആദ്യം കുത്തിക്കണത്. അപ്പോൾ മെഷീനിലേക്ക് ഇട്ടു. 2-3 തവണ ഇടും. മട്ട നെല്ലാണ്. അപ്പോൾ അത് വെളുക്കണ വരെ 4-5 തവണ വരെ ഇടും. ഒരുവിധം തവിടൊക്കെ പോയി കിട്ടും. അത് കഴിഞ്ഞ് അതങ്ങനെ വേറൊരു മെഷീനിലിട്ടിട്ടാണ് പലതരത്തിലുള്ള അരികളായിട്ട്, അതായത് കല്ലുള്ള അരി, വലിയ അരി, ചെറിയ അരി, അങ്ങനെയൊക്കെ മാറ്റിത്തരും. കഴിഞ്ഞ് നമുക്ക് നാളികേരം ആട്ടാനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നെല്ലുകുത്തൽ കഴിഞ്ഞപ്പോൾ നാളികേരം മെഷീനിലിട്ടു. 10-20 കിലോ നാളികേരം ഉണ്ടായിരുന്നു. 13 ലിറ്റർ എണ്ണ കിട്ടി. 7 കിലോ പിണ്ണാക്കും. അതിൻ്റെ മെഷീനാണ്. അത് കഴിഞ്ഞ് ക്യാനിലൊക്കെ ആക്കി അങ്ങനെ അരിയും എണ്ണയും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. വീട്ടിലെത്തി കേട്ടോ. പിണ്ണാക്കും തവിട് ഞാൻ കൃഷിക്ക് ഇട്ട് കൊടുക്കാറുണ്ട്, പിണ്ണാക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോന്നു. അരികൾ പലതരത്തിലുള്ള അരികളുള്ളതുകൊണ്ട് പല പല കവറിലാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. അതെല്ലാം ഇറക്കുകയാണ്. എണ്ണ നമ്മൾ ഫ്രണ്ടിലാണ് വെച്ചത്. എനിക്ക് കുലുങ്ങി പോവോ എന്നുള്ള പേടി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ചാക്കിലൊക്കെ വെച്ചിട്ട് അവരെന്നെ മില്ലിൻ്റെ ഓണറിനെ കെട്ടി തന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചതാണ്. അവിടുന്ന് അങ്ങനെ ഇറക്കി. ഒട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ വീട്ടിൽ വെക്കണ നെല്ലാണെങ്കിലും ചേറിയെടുക്കുക. പണ്ടൊക്കെ അരിച്ച് കഴുകണം. ഇന്നിപ്പോൾ അതൊന്നും ആവശ്യമില്ല. കല്ലുള്ള അരി, പൊടിയരി, അതുപോലെ കമ്പ് എന്ന് പറയും. അത് അരയ്ക്കാനൊക്കെ എടുക്കാം. പണ്ടൊക്കെ പൈക്കൾക്കൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കാനാണ് ഈ കമ്പ് അരി ഉപയോഗിച്ചിരുന്നത്. അപ്പം അങ്ങനെ 3 വിഭാഗമായിട്ട് അരികളുണ്ടാവും. അത് കൂടാണ്ട് നല്ല അരി, വലിയ അരി വേറെ ഉണ്ടാവും. അങ്ങനെയാണ് ഇന്നൊക്കെ മെഷീൻ. അങ്ങനെ ആദ്യമൊന്നും അതുണ്ടായിരുന്നില്ല. നമ്മൾ കുത്തി കൊണ്ടുവന്ന് നമ്മൾ തന്നെ ചേരണം. ഇപ്പോൾ പല വിധത്തിലുള്ള അരികളാണ് ഇട്ട് നമുക്ക് കിട്ടും. അരി ദോശയ്ക്കൊക്കെ അരയ്ക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പിന്നെ അരി വെക്കാനുള്ള അരി കഴുകി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല.